ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ നമ്മുടെ പയറും അതുപോലെ തന്നെ കഞ്ഞിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഏതായാലും എല്ലാവർക്കും കഞ്ഞിയാകാമെന്ന് വിചാരിച്ചത് ഈ പയറും അതുപോലെ തന്നെ നമ്മൾ മത്തങ്ങ അത് കാച്ചിയെടുത്തു. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ അതേതായാലും ഒന്ന് കാച്ചിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇരുമ്പം പുളി അച്ചാറും അതുപോലെ തന്നെ പപ്പടവും ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ഫുഡ്. അത് കാരണം ഫുഡ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അന്ന് രാവിലത്തെ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് കക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും അത് നന്നാക്കാമെന്ന് വിചാരിച്ച് അവിടെ ഇരുന്ന് കുറേ നേരം പോയി. അങ്ങനെ നമ്മുടെ കക്ക റെഡിയാക്കാൻ എല്ലാവർക്കും കുറച്ച് മടിയുള്ള കൂട്ടത്തിലല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണെങ്കിലും നമുക്ക് ഇത് ക്ലീൻ ചെയ്യലൊരു ഭയങ്കര പണിയായതുകൊണ്ട് നമുക്ക് ആർക്കും അങ്ങനെ മേടിക്കലൊന്നുമില്ല. അപ്പം ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ അടുപ്പത്ത് കുറച്ച് നേരം വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് ചെറിയ തീയിലിരുന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ കക്കയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സബോള അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ഘടകം കേട്ടോ. ഇതൊക്കെ നമ്മൾ ആദ്യമേ അരിഞ്ഞങ്ങോട്ട് വെക്കാം. അപ്പം പിന്നെ നമ്മുടെ കക്ക റോസ്റ്റ് ചെയ്യൽ എളുപ്പമായിരിക്കും. നമ്മൾ കുറച്ച് അരിഞ്ഞ് നമ്മുടെ കക്ക വേവിക്കാൻ വെച്ചതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക, വേപ്പിലയും ഇഞ്ചിയൊക്കെ. അതിൻ്റെ ഒരു മണമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി നല്ലതാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഈ ചീനച്ചട്ടിക്ക് വെച്ച് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വാട്ടിയതിന് ശേഷമാണ് നമ്മൾ സബോള ഇട്ട് കൊടുക്കേണ്ടത്. സബോള അല്ലെങ്കിൽ കുഞ്ഞുള്ളി ഉണ്ടായാൽ അതിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ സബോളയാണ് ഉണ്ടായത്. അതൊന്ന് ചെറുതാക്കി എരിഞ്ഞിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക നല്ലപോലെ. ഒരു ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുത്തുമുളക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന്. നമ്മൾ പച്ചമുളക് അധികം ചേർക്കണില്ല, 2-3 ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കുത്തുമുളക് അതുപോലെ തന്നെ മുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. എപ്പോഴും ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ ചൂടാക്കിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് അതൊക്കെ ചൂടാക്കിയതിന് ശേഷം ആവശ്യത്തിന് നാളികേരമൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നല്ലപോലെ ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ ചെറിയ സിമ്മിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നാലേ നമ്മുടെ കക്കയിറച്ചി നല്ല അടിപൊളിയാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ വേവിച്ച് വെച്ച കക്കയും കൂടെ അതിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൂട്ടാട്ടോ. നമ്മൾ സ്റ്റൗമ്മ വെച്ചിട്ടാണ് ഇത് ചൂടാക്കി എടുത്തത്. അതിന് ശേഷം നമ്മൾ അടുപ്പത്തേക്ക് മാറ്റിയിട്ടോ കുറച്ച് നേരം ചെറിയ തീയിലിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെ കുറച്ച് നേരം അടുപ്പത്തൊക്കെ മൂടി വെച്ചിട്ട് നമ്മുടെ കക്ക അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കക്കയിറച്ചിയൊക്കെ തിന്ന് നമ്മുടെ വൈകുന്നേരം ആയപ്പോൾ കപ്പലണ്ടിയാണ് നമുക്ക് വീട്ടിലുണ്ടായത്. അപ്പോൾ ഏതായാലും ഒന്ന് വറുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു നേരെ പുറത്തേക്ക് പോയി. പിന്നെ അപ്പോൾ നമ്മുടെ പറമ്പിൽ അയിനീച്ചക്കൊക്കെ അത്യാവശ്യം അധികം വലുതായിട്ടില്ലെങ്കിലും ചെറുതായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ എല്ലാ ദിവസവും പോയി നോക്കും. അയിനീച്ചക്ക് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഇല്ലല്ലോ, നമുക്ക് അധികം അങ്ങനെ കിട്ടലില്ല. പിന്നെ നമ്മുടെ പയർ ചെടിയും പുതിയൊരാൾ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പ്രാണി വന്നിരുന്ന് നമ്മുടെ പയറൊക്കെ ആകെ കേടായിക്കൊണ്ടിരിക്കുക. പിന്നെ നോക്കിയപ്പോഴാണ് നമ്മുടെ പേരയ്ക്ക ഒരു പേരയ്ക്ക ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ട് കഴിച്ചതാണ്. അപ്പോൾ അതാണ് ഞങ്ങൾ മൂത്ത് കണ്ടപ്പോൾ വേഗം പൊട്ടിച്ചു കിട്ടും അത്. പിന്നെ നമുക്ക് അച്ചാറിടാൻ വേണ്ടി കുറച്ച് ഇരുമ്പം പുളി കൂടെ പൊട്ടിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് ഉപ്പിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് അച്ചാറിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇരുമ്പം പുളിയൊക്കെ നമ്മൾ പൊട്ടിച്ചെടുത്തു. അങ്ങനെ നെല്ലിക്കയും കൂടി ഉണ്ടായി ഉപ്പിലിടാനായിട്ട്. നല്ല ഫ്രഷ് നെല്ലിക്ക ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും വെള്ളത്തിലൊക്കെ ഇട്ട് ഉപ്പിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുമ്പം പുളി ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. നല്ല കനം കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എടുത്ത് അച്ചാറുണ്ടാക്കി നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഉപ്പൊക്കെ മിക്സ് ചെയ്ത് വെക്കാം. അങ്ങനെ പിറ്റേ ദിവസം അച്ചാറുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. അത് തന്നെ നമുക്ക് ഉപ്പിട്ട് അപ്പം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. രാവിലെ രാത്രി നമുക്ക് അപ്പവും അതുപോലെ തന്നെ ചിക്കനും ആയിരുന്നു. നമ്മൾ കൈപ്പത്തിരി എന്ന് പറയും, അട പോലെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ഡിന്നർ അതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാവുന്ന സപ്പോർട്ട് ചെയ്യണേ.